എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 1/2 കിലോ ബീഫാണ്. നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ട്. പെരുംജീരകം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളിയും കൂടി ചതച്ചിട്ടുള്ള പേസ്റ്റാണ്. അതൊരു 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ഇടാം. ഞാൻ 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കളർ വ്യത്യാസം കാണുന്നതിൻ്റെ കാരണം അതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് കുരുമുളക് പൊടിച്ച ആ പൊടിയും കൂടി ഞാനതിൽ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ വീണ്ടും പിന്നെയും ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഉപ്പ് കുറച്ച് ഇട്ടാൽ മതി ഈ സമയത്ത്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക. വീണ്ടും നമ്മൾ അവസാനം വീണ്ടും വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എങ്കിലും ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ടേസ്റ്റ് ഒരു വ്യത്യാസം വരും. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ മസാലയൊക്കെ അതിലേക്ക് പിടിക്കണം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ അതിലേക്ക് പിടിക്കുന്ന വരെ ഒന്ന് ശരിക്കും തിരുമ്മി കൊടുക്കുക. ആ പാത്രത്തിലിട്ടിട്ട് തന്നെ ഒന്ന് തിരുമ്മി കൊടുക്കുക. നമ്മൾ പിന്നെ ഇത് വേവിക്കുന്നത് കുക്കറിലാണ്. വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/4 വേവ് ആയാൽ മതി. ശരിക്കും നമ്മൾ കഴിക്കത്തക്ക ഒരു വേവ് ആവണ്ട. ഒരു 1/4 വേവ് ആവുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക, കുക്കർ ഓഫ് ചെയ്യുക. ഒരു 3 വിസിലൊക്കെയാണ് ഇപ്പോൾ ഞാൻ കുക്കറിൽ വേവിച്ചപ്പോൾ 3 വിസിലൊക്കെയാണ് ആയത്. അത് ബീഫിൻ്റെ ഇതനുസരിച്ചും അതുപോലെ ചില കുക്കറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു 3 വിസിലുകൊണ്ട് തന്നെ വെന്തു. ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ചില കുക്കറിൽ 3 വിസിലുകൊണ്ട് തന്നെ വേണം എന്നില്ല. 4-5 വിസിലൊക്കെ വേണ്ടി വരും. അത് ഓരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അത് ഓരോരുത്തരും അതിനനുസരിച്ച് ചെയ്യുക. ഞാൻ 3 വിസിലായപ്പോൾ തന്നെ ഓഫ് ചെയ്തു. നല്ല കറക്റ്റ് വേവായിരുന്നു. ശരിക്കും മുഴുവനായിട്ട് വേവണം എന്നില്ല. വെള്ളം ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അടുപ്പത്ത്, ഞാൻ വിറകടുപ്പിലാണ് ചെയ്യണത്. അടുപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. അടുപ്പത്ത് ചെയ്യായിരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വിചാരിച്ചിട്ടാണ്. അതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഇട്ടു. കറിവേപ്പിൻ്റെ ഇല ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ വെള്ളത്തോടെ തന്നെ ഇട്ട് കൊടുക്കുക. അതിൽ കുക്കറിൽ കുറച്ച് വെള്ളം കൂടി ഉണ്ടാവും. ബീഫ് വെന്ത വെള്ളം കൂടി ഉണ്ടാവും. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലെങ്കിൽ പോലും അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. ഞാൻ മുഴുവനായിട്ട് വേവിക്കേണ്ടെന്ന് പറയാൻ ഞാൻ കാരണം, ഈ വെള്ളമൊക്കെ വറ്റുന്ന സമയം കൊണ്ട് ബീഫ് ഒന്നുകൂടി വേവും. നമ്മൾ ഇതിലിട്ടിട്ട് നന്നായിട്ടത് വെള്ളം വറ്റിച്ച് നല്ല ഡ്രൈ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ബീഫ് ഒന്നുകൂടി വേവും. തീരെ വെന്ത് കുഴഞ്ഞാൽ കൊണ്ടാട്ടത്തിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല.
വേറെ പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോൾ അടുപ്പിൽ ചെയ്യുമ്പോൾ ശരിക്കും നോൺ സ്റ്റിക്കിലൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു ശ്രദ്ധ വേണം. നോൺ സ്റ്റിക്കിലാവുമ്പോൾ ഉള്ളതിനേക്കാളും ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയാനുള്ള സാധ്യത കൂടുതലാണ്. അടുപ്പിലാവുമ്പോൾ ടേസ്റ്റ് വൈസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അടുപ്പിൽ തന്നെ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ബീഫ് അതിൽ മാറ്റിയതിന് ശേഷം നമ്മൾ പാത്രം വീണ്ടും വെച്ചു. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം ഒഴിച്ചത് 1 ടീസ്പൂണാണ്. വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമ്മൾ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. 3-4 വെളുത്തുള്ളി, 3-4 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇടുന്നത് ചുവന്നുള്ളിയാണ്. അതും നീളത്തിൽ തന്നെ അരിയുക. എല്ലാം കുറേശ്ശെ മതി. ഒരുപാട് അങ്ങ് വാടിപ്പോകണം എന്നില്ല. ഇത് നമ്മൾ കൊണ്ടാട്ടം കഴിക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ജസ്റ്റൊക്കെ ഒന്ന് വാടിയാൽ മതി. നന്നായിട്ട് വഴന്ന് ഇതായി പോകണം എന്നില്ല. ബ്രൗൺ കളറൊന്നും ആവണം എന്നില്ല. ആ എണ്ണയിൽ കിടന്നൊന്ന് വഴറ്റിയാൽ മതി. പിന്നെ നമ്മൾ ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സവാളയാണെങ്കിൽ, തീരെ ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം 1 കിലോ ബീഫിന്. ഇതിപ്പോൾ ഒരു മീഡിയം സൈസാണ്. അപ്പോൾ ഞാൻ 1 എണ്ണം ഫുള്ളാണ് എടുത്തിട്ടുള്ളത്. അതും ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. സവാള ആയാലും ഒരുപാട് അങ്ങ് വെന്ത് പോകണം എന്നില്ല. നമ്മൾ സാധാരണ കറിക്കൊക്കെ വഴറ്റണ പോലെ ബ്രൗൺ കളറായിട്ട് അങ്ങനെയൊന്നും വഴറ്റണം എന്നില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ പ്രത്യേകം നോക്കണം. വിറകടുപ്പിൽ ചെയ്യുമ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കരിയാതെ നോക്കണം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ബീഫാകുമ്പോൾ കറിവേപ്പിൻ്റെ ഇല എത്ര ഇട്ടാലും ആ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഏത് ഡിഷായാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഒരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ബീഫിൽ ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും നമ്മളിപ്പോൾ ഈ ഉള്ളി, ഇഞ്ചി ഇതെല്ലാം ഇട്ടതല്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് വേണം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇട്ടത് ഒരു നുള്ളു പെരിഞ്ജീരകപ്പൊടിയാണ്. പിന്നെ ഇടുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ്. പിന്നെ ഇട്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഒരു മസാലയും ഒരുപാട് വേണമെന്നില്ല. എല്ലാം ഒരു പേരിന് മാത്രം കുറച്ച് മതി. ഈ എണ്ണയിൽ കിടന്ന് അതൊന്ന് വഴറ്റിയിട്ട് വരണം. ഒരുപാട് മസാല ഈ സമയത്ത് നമുക്ക് ആവശ്യമില്ല. ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടുള്ളത് മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ. മാത്രമല്ല നമുക്ക് 1 കിലോ ബീഫാണുള്ളത്. അപ്പോൾ അതിലേക്ക് ഇത്രയും മസാല തന്നെ ധാരാളമാണ്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ക്രഷ്ഡ് ചില്ലിയാണ് ഇടുന്നത്. ഇടിച്ച മുളക്, നമ്മൾ സാധാ ഉണക്കമുളക് ഞാനിപ്പോൾ ഇവിടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ്, ഒന്ന് ചതച്ചെടുത്തതാണ്. അതൊരു 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. ക്രഷ്ഡ് ചില്ലി അല്ലെങ്കിൽ ചതച്ച മുളക് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഇത് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. നമ്മൾ സാധാ ഉണക്കമുളക് വാങ്ങി കഴുകി ഉണക്കി പൊടിച്ചതാണിത്. നമ്മൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയുള്ളൂ. ശരിക്കും പൊടിയായിട്ട് വരില്ല. ഇങ്ങനെ ചതഞ്ഞ പോലെ കിട്ടുള്ളൂ. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇടുമ്പോൾ നല്ല സ്മെല്ല് വരും. മുളകും എല്ലാം കൂടി ചേരുമ്പോൾ, മസാല എല്ലാം ചേരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. പിന്നെ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് 1 ടീസ്പൂണാണ്. ടൊമാറ്റോ സോസിൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് 2-3 ടീസ്പൂണൊക്കെ ചേർക്കാം. ഞാൻ പക്ഷേ ഇവിടെ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. ശേഷം നമ്മളൊരു 2 സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ സോസ് എല്ലായിടത്തും ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ടൊമാറ്റോ സോസ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അത് ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ ചേർക്കാതിരിക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സോസിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകതയാണ്. അതിനുശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ്, നല്ല ഡ്രൈ ആയിട്ടുള്ള ബീഫാണ്, അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. ഈ മസാലയെല്ലാം ചേർന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ നമ്മളിട്ട് കൊടുത്ത ചെറിയ അളവിൽ നമ്മളിട്ട് കൊടുത്ത മസാലപ്പൊടികളെല്ലാം ഇതിലേക്കൊന്ന് പിടിക്കണം. ഒരുപാട് സമയം അടുപ്പത്ത് വെക്കണം എന്നില്ല. ചെറിയ ഫ്ലെയിമിലൊന്ന് ഇളക്കിയാൽ മതി. നമ്മൾ കൊണ്ടാട്ടം ഒരു ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണിത്. പൊറോട്ടയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയും നല്ലതാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണിത്.
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അവസാനം വീണ്ടും നമ്മളൊരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇടാം. വാങ്ങി വെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടാൽ അത് കാണാനൊരു ഭംഗിയായിരിക്കും. നിങ്ങളെല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിച്ചാണ് ഞാൻ ഈ റെസിപ്പീസൊക്കെ ചെയ്യും. ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പീസൊക്കെ കൊണ്ട് ഞാൻ വരും. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.